ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഇറാൻ ആക്രമണം തുടരുന്നു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലും കുവൈറ്റിലെ മീന അൽ അഹമ്മദ് റിഫൈനറിയിലും UAE-യിലെ ഹബ്ഷാൻ ഗ്യാസ് ഫെസിലിറ്റിയിലും സൗദി അറേബ്യയിലെ സാംറഫ് റിഫൈനറിയിലും ആക്രമണം. ഇറാനെതിരെ നീക്കവുമായി അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷയ്ക്കായി കൈകോർക്കും. യുദ്ധം ജനങ്ങൾ കരുതുന്നതിലും വേഗം അവസാനിപ്പിക്കുമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ഇറാനെതിരെ യുദ്ധം തുടരുമെന്ന് US പ്രതിരോധ സെക്രട്ടറി. സംഘർഷത്തിലേക്ക് US-നെ ഇസ്രായേൽ കൊണ്ടുവന്നുവെന്ന ആരോപണങ്ങൾ നിഷേധിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇറാൻ ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നും നെതന്യാഹു. US-ന്റെ F-35 വിമാനം ആക്രമിച്ചുവെന്ന് ഇറാൻ. പശ്ചിമേഷ്യയിലെ US സേനാ താവളത്തിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. പ്രതികരിക്കാതെ US സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ഏറ്റവും കടുത്ത നീക്കമെന്ന് വിലയിരുത്തൽ. ഇറാൻ ആക്രമണത്തിൽ പ്രകൃതിവാതക ശേഖരത്തിന്റെ 17% നശിച്ചുവെന്ന് ഖത്തർ എനർജി. വാർഷിക വരുമാനത്തിൽ $20 ബില്യൺ ഇടിവുണ്ടാകുമെന്നും ഖത്തർ. റമദാൻ മാസത്തിൽ സഹോദര തുല്യ സ്ഥാനത്തുള്ള മുസ്ലിം രാജ്യത്ത് നിന്ന് ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും CEO. ഇറാനിലെ 7800 കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയെന്ന് പെന്റഗൺ. 8000-ലേറെ യുദ്ധവിമാനങ്ങളും 120-ലേറെ ഇറാൻ കപ്പലുകളും നശിപ്പിച്ചു. യുദ്ധത്തിന് ആദ്യ ആഴ്ചയിൽ മാത്രം 10,000 കോടി രൂപ ചിലവ്. പുതുതായി $20,000 കോടി വേണമെന്ന് പെന്റഗൺ. കോൺഗ്രസിന്റെ പട്ടിക പൂർണ്ണമായതോടെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മത്സര ചിത്രം വ്യക്തം. ഡൽഹിയിൽ നിന്ന് കണ്ണൂരിൽ തിരിച്ചെത്തിയ കെ സുധാകരന് പ്രവർത്തകരുടെ സ്വീകരണം. സുധാകരന്റെ അടുത്ത നീക്കം ഉറ്റുനോക്കി കോൺഗ്രസ്. പെരുമ്പാവൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ എൽദോസ് കുന്നപ്പിള്ളിലും നിലപാട് പറയും. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ LDF. പ്രഖ്യാപനം വൈകുന്നതിൽ CPM-ൽ കടുത്ത അതൃപ്തി. ഇന്ന് തന്നെ തീരുമാനം അറിയിക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിനോട് CPM. ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസികൾ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാളയം ഇമാം. സമാധാനം പുലരണമെന്ന് തന്നെയാണ് ലോകം മുഴുക്കയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ഒരു സമാധാന കരാർ രൂപപ്പെടുത്താൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമാവട്ടെ എന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.